2025 ജെഇ അഡ്വാൻസിന്റെ റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ കേരള തേർഡ് റാങ്ക് കരസ്ഥമാക്കിയത് ആദിൽ സയാനാണ്. ആദിൽ സയാൻ ജെഇ അഡ്വാൻസ് ഓൾ ഇന്ത്യ റാങ്ക് വന്നത് 426 ആണ്. ആദിൽ സയാൻ കോഴിക്കോട് ചുള്ളിപ്പറമ്പ് സെബ വീട്ടിൽ ഡോക്ടർ ദമ്പതികളായ മുഹമ്മദ് ഉസ്മാനിന്റെയും സീനയുടെയും മകനാണ്. പാലാ ചാവറ CMI പബ്ലിക് സ്കൂളിലായിരുന്നു അദ്ദേഹത്തിന്റെ +2 പഠനം. അതോടൊപ്പമായിരുന്നു അദ്ദേഹത്തിന്റെ ജെഇ അഡ്വാൻസ് പരിശീലനവും നടന്നു വന്നത്. ആദിൽ സയാന്റെ ആഘോഷ നിമിഷങ്ങളിലേക്ക് നമുക്കൊന്ന് പങ്കുചേരാം. മോന്റെ പേര്? ഞാൻ ആദിൽ സയാൻ. ഓക്കെ, എവിടെയാ മോനെ വീട്? ഞാൻ കോഴിക്കോട് ഫറൂഖ് കോളേജിലാണ് എൻ്റെ വീട്. ഓക്കെ, യെസ്. അപ്പൊ എങ്ങനെ തോന്നുന്നു മോനെ ഇത്ര ഒരു ഹൈ സ്കോർ കിട്ടിയതില്? നല്ല സന്തോഷമുണ്ട്. പ്രതീക്ഷിച്ചിരുന്നോ? എക്സ്പെക്റ്റഡ് ആയിരുന്നോ? അത്യാവശ്യം ഏകദേശം നമുക്കൊരു ഊഹം ഉണ്ടായിരുന്നു ഈ ഒരു കണക്കിൽ തന്നെ കിട്ടും എന്നുള്ളത്. മോൻ ഓർത്തിരുന്നോ? യെസ്. ഓക്കെ, മോന്റെ ഫാമിലിയിൽ ആരൊക്കെയാണല്ലേ? ഫാമിലിയിൽ ഉപ്പ ഉണ്ട്. ഉപ്പാന്റെ പേര് മുഹമ്മദ് ഉസ്മാൻ, ഉമ്മ സീന, രണ്ടാൾക്കാർ ഡെന്റിസ്റ്റ് ആണ്. പിന്നെ താത്ത ഉണ്ട്. താത്ത ഇപ്പൊ ഡെന്റിസ്റ്റ് പഠിക്കുകയാണ്. BDS പഠിച്ചോണ്ടൊക്കെയാണ്. താത്തയുടെ പേര് ഫാത്തിമ ലന. ഓക്കെ. പിന്നെ അനിയത്തി എയ്സബ, അവളിപ്പം 8ലാണ്. ഓക്കെ, അപ്പൊ അമ്മയും അച്ഛനും BDSഉം ചേച്ചിയും BDSഉം. ഇപ്പൊ മോൻ എങ്ങനെയാണ് ഈ ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് വന്നത്? സ്വാഭാവികമായിട്ട് ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഉള്ളി വരുന്ന ഡൗട്ടാണ്, എങ്ങനെയാണ് ഈ ഒരു ഫീൽഡ് വന്നത്? ബയോളജി പണ്ട് മുതൽ കുറച്ച് താല്പര്യം കുറവാണ്. അതുകൊണ്ട് മാത്സ് ഇഷ്ടമായോണ്ട് പിന്നെ ഇതിലേക്ക് വന്നു. ആ ഒരു മാത്സിനോടുള്ള ഇഷ്ടം കൊണ്ട് ഇപ്പൊ അവിടെ നേടിയിരിക്കുന്നത്. സോ മോനെ ബിർലിനിലെ ഏത് കോഴ്സിലായിരുന്നു സ്റ്റുഡന്റ് ആയിരുന്നു? 2 ഇയർ ഇന്റഗ്രേറ്റഡ് IIT പ്രോഗ്രാമിലായിരുന്നു. ഓക്കെ. ഏത് സ്കൂളായിരുന്നു അപ്പം? ചാവറ സ്കൂളില്. ചാവറ +1 +2 CBSE ആയിരുന്നു. ഓക്കെ. അപ്പൊ മോനെ ഇപ്പൊ ഈ +1 +2ന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റഡീസ് അല്ലെങ്കിൽ അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു എൻട്രൻസ് കോച്ചിങ് എന്ന് പറയുമ്പോൾ മോൻ എങ്ങനെയായിരുന്നു ഇത് രണ്ടും കൂടെ ഒന്നിച്ചു കൊണ്ടുപോയി ഇത്രയും നല്ലൊരു വിജയം നേടാൻ സാധിച്ചത്? ചെറിയ ഹാർഡ് വർക്ക് അല്ല, വലിയൊരു ഹാർഡ് വർക്കിന്റെ തന്നെ ഒരു പിൻബലം വേണം. അതായത് ഇത്രയും ഈ ബോർഡ് എക്സാം അറ്റ് ദ സെയിം ടൈം എൻട്രൻസ് ഒന്നിച്ചു കൊണ്ടുപോകണമെങ്കിൽ അല്ലേ? അപ്പൊ എങ്ങനെയായിരുന്നു മോനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്? രണ്ടിലും സിലബസ് സെയിം ആയതുകൊണ്ട് കൂടുതൽ എളുപ്പത്തിൽ കൊണ്ടുപോകാൻ പറ്റി. പിന്നെ എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്ത്, പ്രത്യേകിച്ച് ക്ലാസ് ടീച്ചർ രാജേഷ് സാറ് നല്ല സപ്പോർട്ട് ചെയ്ത്, പിന്നെ കോർഡിനേറ്റർ ശ്രീനാഥ് സാറും സൂപ്പർവൈസർ എല്ലാവരും നല്ലോണം സപ്പോർട്ട് ചെയ്തു. എങ്ങനെയായിരുന്നു മോന്റെ ആ ഒരു ജേർണി? അതായത് ഇപ്പൊ ഈ 2 വർഷം മോന്റെ കൂടെ നിന്ന് ഇപ്പൊ മോൻ പറഞ്ഞ പോലെ ക്ലാസ് മെന്ററും കോർഡിനേറ്ററും എല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് കൈത്താങ്ങായി നിന്നാണ് മോൻ ഇങ്ങനെ ഒരു കംഫർട്ടബിൾ ആയിട്ട് പഠിക്കാൻ പറ്റിയത് അല്ലേ? അപ്പൊ അവരുടെ ഒരു സപ്പോർട്ട് ത്രൂ ഔട്ട്, അവരുടെ പേരൻസിന്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? വന്ന അന്ന് മുതൽ ഡെയിലി രാജേഷ് സാർ മോട്ടിവേഷൻ തരുമായിരുന്നു. ഡെയിലി ക്ലാസ് ഒന്ന് മോട്ടിവേറ്റ് ചെയ്യും. അപ്പം അങ്ങനെയാണ് അതിൽ നിന്നാണ് പിടിച്ച് കയറി വന്നത്. പിന്നെ പാരൻസും എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്ത്, പിന്നെ ക്ലാസ് ടീച്ചേഴ്സൊക്കെ ഡെയിലി നമ്മളെയും കോണ്ടാക്ട് ചെയ്യും, പാരൻസിനെയും കോണ്ടാക്ട് ചെയ്യും. അപ്പം നല്ലൊരു ബോണ്ട് ഫോം ചെയ്യാൻ പറ്റി. ഓക്കെ. അപ്പം എന്തായിരുന്നു ഈ റിസൾട്ട് അറിഞ്ഞതിന് ശേഷമുള്ള വീട്ടിലെ ഉപ്പാന്റെ ഉമ്മാന്റെ ഒക്കെ ഒരു റിയാക്ഷൻ എങ്ങനെയായിരുന്നു? എല്ലാവരും നല്ല ഹാപ്പിയാണ്. ഓക്കെ. അവര് പ്രതീക്ഷിച്ചിരുന്നു ഇത്ര റാങ്ക് കിട്ടും എന്നുള്ളത്? അവരും എക്സ്പെക്റ്റഡ് ആയിരുന്നോ മോനെ പോലെ തന്നെ? അത് മോനെ അങ്ങനെ കോൺഫിഡൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഇത്രയും കിട്ടും എന്നുള്ളത്? അങ്ങനെയല്ല, ബ്രില്യന്റിന്റെ മോഡലൊക്കെ എഴുതിയോണ്ട് ഇങ്ങനെ റാങ്ക് കയറി വന്നു. അപ്പൊ അങ്ങനെ ഒരു ടോപ്പ് 10ൽ വന്നോണ്ട് പിന്നെ അങ്ങനെ അപ്പൊ തന്നെ ഏകദേശം ഉറപ്പായി ഒരു നല്ലൊരു സ്കോർ നേടാൻ സാധിക്കും എന്നുള്ള മോനെ കോൺഫിഡന്റ് ആയി അല്ലേ? യെസ്. ഇപ്പം ഇവിടുത്തെ ഒരു മോഡൽ എക്സാം എങ്ങനെയൊക്കെ മോനെ ഹെൽപ്പ് ചെയ്തു? ഫൈനലായിട്ടുള്ള നമ്മുടെ ജെഇയുടെ ഒരു എക്സാമിലേക്ക് കടന്നപ്പോൾ ഇവിടെ നൽകിയ മോഡൽ എക്സാമും അതേ പാറ്റേണിലുള്ള അതേപോലെ തന്നെ നിങ്ങൾ സെന്ററിൽ കൊണ്ടുപോയി ഒരു എക്സാം, ഓൺലൈൻ എക്സാം സെന്ററിൽ കൊണ്ടുപോയായിരുന്നു നിങ്ങളുടെ എക്സാം പ്രാക്ടീസ് ഒക്കെ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? ബ്രില്യന്റ് എക്സാം ആണെങ്കിലും നമുക്ക് ഫുൾ മോഡലുകളൊക്കെ മൊത്തം കമ്പ്യൂട്ടർ ബേസ്ഡ് തന്നെ ആയിരുന്നു. ഓരോരോ എക്സാം കഴിഞ്ഞ് തെറ്റിയതൊക്കെ അനലൈസ് ചെയ്യും, എങ്ങനെ തെറ്റിയതെന്ന് നോക്കും. അപ്പൊ അങ്ങനെ ഓരോ മോഡൽ എക്സാം കഴിഞ്ഞ ശേഷം എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരു ഇപ്പൊ സില്ലി മിസ്റ്റേക്സോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടെ എനിക്ക് ചേഞ്ച് വരുത്തേണ്ടതെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു? അപ്പൊ ഓരോ മോഡൽ എക്സാമിലും ഓരോ ചേഞ്ചസ് വരുത്താൻ പറ്റി. ചേഞ്ചസ് എന്താ വരുത്തിയതെന്ന് ജസ്റ്റ് നോട്ട് ചെയ്യും. അങ്ങനെ അപ്പോൾ ഇവിടുത്തെ ഒരു പ്രാക്ടീസിന്റെ സമയത്ത് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അയച്ചാൽ നിരവധി മോഡൽ എഴുതിയിട്ടാണ് നിങ്ങളെ ഫൈനൽ എക്സാമിലേക്ക് നിങ്ങളെ അപ്പിയർ ചെയ്യിക്കുന്നത് അല്ലേ? അപ്പോൾ ഒരുപാട് നമ്മുടെ സെയിം രീതിയിലുള്ള ക്വസ്റ്റ്യൻസും എങ്ങനെയൊക്കെയായിരുന്നു ആ ഒരു നിങ്ങളുടെ ക്വസ്റ്റ്യൻസിന്റെ രീതികൾ മനസ്സിലായത്?
എന്നോട് ക്ലാസ് ടീച്ചർ പറഞ്ഞ് നമ്മളെ ബ്രില്യൻ്റ് എഴുതുന്ന അതേ ഒരു എക്സാം ആയിട്ട് കണ്ടാൽ മതി, അത്ര തന്നെ ഉള്ളൂ. അപ്പം അതേപോലെ തന്നെ പോയി കണ്ടു. ഓൾമോസ്റ്റ് സിമിലർ തന്നെ ആയിരുന്നു എക്സാം. മോഡൽ എഴുതിയതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് അടുത്തൊരു എക്സാം അത്ര തന്നെ. അത്ര തന്നെ. ഓക്കെ. ഇവിടുത്തെ മോഡൽ എക്സാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്കിനെ കുറിച്ചും മാർക്കിനെ കുറിച്ചും ഒക്കെ സെൽഫ് ഒരു അനലൈസ് ചെയ്യാൻ വേണ്ടി ഒരു റിസൾട്ട് അനാലിസിസും അങ്ങനെ മെന്റേഴ്സിന്റെ നിങ്ങൾക്ക് എന്താ പറയുക ഓരോ നിങ്ങൾക്ക് സപ്പോർട്ടും അങ്ങനെ മോട്ടിവേഷൻ ക്ലാസ്സും ഒക്കെ തരുമായിരുന്നു. അതൊക്കെ ഫൈനലായിട്ടുള്ള ഒരു പ്രിപ്പറേഷനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തോ? എങ്ങനെയായിരുന്നു? മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ എല്ലാം കേൾക്കാൻ നോക്കും. അപ്പം നല്ലൊരു മോട്ടിവേഷൻ. പിന്നെ ഡയറക്ടർ സന്തോഷ് സാർ ഇടയ്ക്കിടയ്ക്ക് വരലുണ്ട്. അപ്പം സാർ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്തു. അതൊക്കെ നിങ്ങൾക്ക് ഒരു ബൂസ്റ്റപ്പ് ആയിരുന്നോ? അതെ. യെസ്. ഓക്കെ. അപ്പോൾ എന്താ പറയുക ഇവിടുത്തെ ഓരോ നിങ്ങളുടെ ഓരോ സ്റ്റഡീസിൻ്റെ കാര്യം വരുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളെ ഇവിടുത്തെ എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ഫെസിലിറ്റീസ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടുണ്ട് അല്ലേ? അതിൽ ഏതായിരുന്നു മോനെ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയെന്ന് തോന്നുന്ന ഒരു കാര്യം എന്തായിരുന്നു? ഏറ്റവും നല്ലത് ഇപ്പോൾ നമ്മൾ വന്ന അന്ന് മുതൽ തന്നെ വീക്കിലി എക്സാംസ് ഉണ്ട്. പിന്നെ അപ്പോൾ ചാപ്റ്റർ വൈസ് അങ്ങനെ കഴിയും. പിന്നെ മോഡൽ എക്സാം യൂണിറ്റ് വൈസ് മോഡൽ എക്സാം വരും. അപ്പം ആ ചാപ്റ്റേഴ്സ് അതിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ സ്റ്റെപ്പ് വൈസ് ആ പ്രോസസ്സ് നല്ല ഇഷ്ടം. ഓക്കെ. അപ്പം അങ്ങനെ അങ്ങ് കണ്ടിന്യൂ ചെയ്ത് ഇതാ ഇപ്പോൾ ഇവിടം വരെയിൽ എത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അല്ലേ? യെസ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.